ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മുഫാസ് ടെസ്റ്റി കിച്ചൻ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ, അത്യാവശ്യം ഒരു 100, 200, 500 വരെ സബ്ബായിട്ടുള്ളവരാണെങ്കിലും ഇതുവരെ ലൈവിലോട്ട് കടന്നിട്ടില്ല. അവർക്കൊരു മെൻ്റലി അവരൊട്ടും പ്രിപ്പയർഡ് അല്ല. അപ്പോൾ ഞാനും ഇതുപോലെ തന്നെയൊക്കെ ആയിരുന്നു. 1000 സബ് എത്തിയിട്ട് കൂടി ഞാൻ 1000, 2000 അങ്ങോട്ടൊക്കെ എത്തിയിട്ട് കൂടി ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഒന്നും കൊണ്ടല്ല, എനിക്കൊരു പേടി, ടെൻഷനൊക്കെയാണ്. ആ ഒരു ഫീലിങ്സ് തന്നെയായിരിക്കും എന്നെ പോലെ ആയിട്ടുള്ള വീട്ടമ്മമാർക്കും ഒക്കെ ഉള്ളത്, അല്ലേ? പക്ഷെ നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ലൈവ് ഇടുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ലൈവിൽ ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ വന്ന് പറയാറുണ്ട്, സുമി എങ്ങനെയാണ് സുമി ലൈവ് ഇടുന്നത്, അതെങ്ങനെയാണ് പഠിച്ചെടുത്തത് എന്നൊക്കെ ചോദിക്കും. ഞാൻ ആ ടൈമിൽ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ടെക്ക് ഒത്തിരി ചാനലിൽ നമുക്ക് ലൈവ് എങ്ങനെയാണ് നിങ്ങൾ ലൈവ് ഇടുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്കത്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ ഒരുപാട് താമസം വന്നായിരുന്നു. എങ്കിലും ഓട്ടോമാറ്റിക്കലി തെറ്റുകൾ കണ്ട് മനസ്സിലാക്കി പഠിച്ച് നമ്മൾ അതെങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളടുത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ലൈവ് ഇടാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതൊന്ന് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. ഒട്ടും തന്നെ ടെൻഷൻ അടിക്കാണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലൈവ് ഇടാം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലേ? എന്തൊക്കെയാണ്? കുട്ടികളെ ഒരു കാരണവശാലും ലൈവിലിരുത്തരുത്. കുട്ടികളുടെ കരച്ചിലോ അങ്ങനെയുള്ള സൗണ്ട്, നമ്മുടെ TV അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ റിങ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ലൈവിൽ വരാൻ പാടില്ല. പിന്നെ എന്താണ്, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലേ? നമ്മൾ ലൈവിലിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് പോയാൽ മാത്രം മതി. ഒത്തിരി ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാകും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്ത ഒരു 5-6 പേര് അത് പഠിച്ച് ലൈവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻ്റ് ഉള്ളത് കൊണ്ട് ആ ഒരു ഒന്ന് കാണിച്ചുകൊണ്ട് ഫോൺ റെക്കോർഡിംഗ് കൂടെ സൈഡിൽ കാണിച്ചുകൊണ്ട് ഇടാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങളാരും ലൈക്ക് ചെയ്തിട്ടില്ല, സബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ പോയാലോ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ഫോൺ എടുക്കുക, നിങ്ങളുടെ മൊബൈൽ എടുത്ത് വെക്കുക കേട്ടോ. അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു ലൈവിലോട്ട് കയറുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഹോം പേജിൽ നിന്ന് നമ്മൾ യൂട്യൂബ് എടുക്കുന്നത് ഓൾറെഡി ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതേ നമ്മൾ യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു പേജാണ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്, അല്ലേ? ഏറ്റവും മേളിലായിട്ട് ഓൾ മ്യൂസിക് ലൈവ് അങ്ങനെയുള്ള സംഭവം, ഏറ്റവും താഴെയാണ് നമുക്ക് നമ്മുടെ ലൈവിൽ കയറുന്നതിനുള്ളത്. ഹോം, ഷോർട്സ്, പിന്നെ ഒരു പ്ലസ് ചിഹ്നം, പിന്നെ സബ്സ്ക്രിപ്ഷൻ, പിന്നെ നമ്മുടെ അതായത് നമ്മുടെ ചാനലിൻ്റെ ഏതാണ്, അപ്പോൾ എൻ്റെ ആണ് അവിടെ കിടക്കുന്നത്. അതിൽ ആ പ്ലസ് ചിഹ്നം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് ഇവിടെ ക്രിയേറ്റ് ആവുകയാണ്. അതിൽ വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പോസ്റ്റ്, പിന്നെ അത് ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു പേര്, അതിൽ എൻ്റെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചൺ എന്നുള്ള ഒരിതും അതിൻ്റെ ലോഗോയുമാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റ്, ഇങ്ങനെ 4 ഓപ്ഷൻ വന്ന് കിടക്കും. അതിൽ ലൈവ് എന്നുള്ള സംഭവം ചിലപ്പോൾ മാറി കിടക്കുകയാണെങ്കിൽ നമ്മളതിങ്ങനെ നീക്കി ലൈവ് എന്നുള്ളതിലോട്ട് എടുക്കുക. നമുക്ക് ലൈവാണല്ലോ ഇപ്പോൾ വേണ്ടത്. പിന്നെ സൈഡിലൊക്കെ ക്യാമറ തിരിക്കുന്നത്, മ്യൂട്ട് ചെയ്യാനുള്ളത്, ക്യാമറ മ്യൂട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വലതുവശത്ത് താഴത്തെ ആ പെൻ ഐക്കൺ അങ്ങ് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ലൈവിൻ്റെ ഒരു പേജാണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത് കേട്ടോ. ഏറ്റവും മേളിലൊരു പെൻ ഐക്കണും നമ്മുടെ ലോഗോ, പിന്നെ എൻ്റെ ചാനലിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചൺ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ലോഗോ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം ആദ്യമായിട്ട്, അല്ലേ? ആ ലോഗോ മാറ്റി നമുക്കതാക്കാൻ വേണ്ടി ആ പെൻ ഐക്കൺ, ഏറ്റവും മേളിൽ കാണുന്ന പെൻ ഐക്കൺ ഒന്ന് എടുക്കുക. അതെടുക്കുമ്പോൾ ഏറ്റവും താഴെ ഫോണിൻ്റെ ടേക്ക് തമ്പനെയിൽ, അപ്ലോഡ് തമ്പനെയിൽ, ഇങ്ങനെ 2 ഓപ്ഷൻ ഇങ്ങനെ വന്ന് കിടക്കും. ഈ ടേക്ക് തമ്പനെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളതാണ്. ഈ അപ്ലോഡ് തമ്പനെയിൽ എന്ന് വെച്ചാൽ
ഓൾറെഡി നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അപ്ലോഡ് തമ്പനയിൽ കൊടുക്കുകയാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എഡിറ്റ് ചെയ്തിടാം. ഓൾറെഡി ഫോണിലാക്കി വെച്ചിട്ട് നമുക്ക് ഇടാം. ഇപ്പോൾ ഇതിൻ്റെ ഇത്രയും സ്പേസ് ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന ഫോട്ടോയെ നമുക്ക് എടുക്കാൻ പറ്റും, അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് എൻ്റെ ഐയുടെ മാത്രം കൊടുത്തിട്ട് ഇത് ഏറ്റവും മുകളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അത് ആ കറക്റ്റ് ആക്കി വെച്ചിട്ട് സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് വലതുവശത്ത് മുകളിൽ, ആ സേവ് കൊടുക്കുക. ഇതേ നോക്കിയേ, നമ്മുടെ ആ ലോഗോ തന്നെ അങ്ങ് മാറി നമ്മളിട്ട ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ വന്നു, ഉണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോട്ടോ തമ്പനയിൽ ഇടുന്ന ഒരു പോർഷൻ. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ഈ ടൈറ്റിൽ എന്നുള്ള ഒരു പോർഷനാണ്. കണ്ടോ, ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം അതായതുകൊണ്ട് സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ ഈസ് ലൈവ് എന്ന് കിടപ്പുണ്ട്. അവിടെ നമ്മുടെ കഴ്സർ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ക്യാപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ എല്ലാ മുത്തുമണികളും ഒന്ന് കടന്നു വരൂ, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോഗ്രാഫ് മാതിരിയുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്ത് നമുക്ക് കൈ കൂപ്പണതോ ലക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലവ് ചിഹ്നം പോലത്തതോ അങ്ങനെ എന്ത് സിമ്പൽ വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. ടൈറ്റിൽ മാറി മാറി കൊടുക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതുപോലെ തമ്പനയിലൊക്കെ മാറ്റി മാറ്റി കൊടുക്കണം ഓരോ ലൈവിൽ പോകുമ്പോഴും കേട്ടോ. അപ്പോൾ ടൈറ്റിലിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു. നമുക്ക് ഇത്ര വേർഡ്സ് എന്നുണ്ട്, 100 വേർഡ്സ്. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് വരുമ്പോൾ വിസിബിലിറ്റി, ഓഡിയൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതിൽ ആദ്യം വിസിബിലിറ്റി, അതായത് പബ്ലിക്കിലാണോ എന്നുള്ളതാണ്. ചിലപ്പോൾ അൺലിസ്റ്റഡിലായിരിക്കും കിടക്കുന്നത്, എങ്കിൽ നിങ്ങൾ അൺലിസ്റ്റഡ് ആണെങ്കിൽ മാറ്റി പബ്ലിക്. ഇപ്പോൾ എൻ്റെത് പബ്ലിക് ആയിട്ട് കിടക്കുന്നുണ്ട്, ഓൾറെഡി പബ്ലിക് കണ്ടില്ല, അതായിട്ടുണ്ട്. ഇനി നമ്മുടെ ഓഡിയൻസ് ആണ്. നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക. യെസ് ആണ് ഏതാണോ കിടക്കുന്നത് നോക്കണം. നോ ആണെങ്കിൽ നോ തന്നെ ആണ്, അതങ്ങ് കൊടുത്താൽ മതി. എപ്പോഴും നോ തന്നെ കൊടുക്കാൻ നോക്കണം കേട്ടോ. പിന്നെ ടുഗദർ ഇടാനുള്ളത്, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള ഗ്രീൻ ക്രാസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. ടാഗ് പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുള്ളതുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ലൈവ് കയറാനായിട്ട് ഇത്രയും സംഭവങ്ങൾ നോക്കിയാൽ മതി. ഏകദേശം എല്ലാമൊക്കെ ആയിട്ടുണ്ട്. ഇത് ടാഗ് പ്രോഡക്റ്റിൻ്റെയൊക്കെ ഉണ്ട്. ഇതൊക്കെ 10,000 സബ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവിൽ ഇതുപോലെ എന്തെങ്കിലും 2 പ്രോഡക്റ്റിൻ്റെ, നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ 2 പ്രോഡക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ലോഗോ, ടൈറ്റിൽ, നമ്മളെ വിസിബിലിറ്റി, ഓഡിയൻസ്, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ലൈവ് കയറുമ്പോൾ ഉള്ള ഒരു കേസാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ലൈവ് പല രീതിക്ക് ഇടാം, നമുക്ക് ഗിവ് ടുഗദർ ആയിട്ട് ഇടാം, സ്ക്രീൻ കാസ്റ്റ്, അങ്ങനെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാ ഇതിലിടുന്ന ഇങ്ങനെയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഗോ ലൈവ് അങ്ങ് കൊടുക്കുക. ഇതെല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം ഗോ ലൈവ് കൊടുത്താൽ നേരെ പിന്നെ നമ്മൾ ലൈവിലങ്ങ് കയറുകയാണ്. പിന്നെ 3, 2, 1 ഇത്രയും 3 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ലൈവിൻ്റെ ആ ഒരു പേജ് അങ്ങ് ക്രിയേറ്റ് ആവുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ലൈവിൽ കയറാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തമ്പനയിൽ മാറ്റി കൊടുക്കുക, ടൈറ്റിൽ മാറ്റി മാറ്റി കൊടുക്കുക, പബ്ലിക് ആണോ എന്ന് നോക്കുക, നോ കിഡ്സ് ആണോ എന്ന് നോക്കുക. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ലൈവ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ ഗൈസ്, നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ലൈവിലോട്ട് കയറുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ തമ്പനയിൽ നമുക്ക് ടേക്ക് ഫോട്ടോ എടുത്ത് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുത്ത് ഇടാം. അതല്ല നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള എന്തെങ്കിലും നല്ല പിക്കൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ എഴുതി നമുക്ക് അങ്ങനെയും നമുക്ക് തമ്പനയിൽ കൊടുക്കാം. പിന്നെ മെയിൻ ടൈറ്റിലാണ്, നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ടൈറ്റിൽ ക്യാപ്ഷൻ നമ്മൾ കൊടുക്കണം. ഒരേപോലെ തന്നെ ക്യാപ്ഷൻ എപ്പോഴും കൊടുക്കരുത്, അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ വിസിബിലിറ്റിയാണ്, അത് പബ്ലിക്കിലാണോ എന്നുള്ളത് നോക്കുക. പിന്നെ ഓഡിയൻസ്, അത് നോട്ട് കിഡ്സ് എന്നുള്ളതും കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഗോ ലൈവ് കൊടുക്കുക. ലൈവിൽ കയറുമ്പോൾ നമ്മൾ മാനിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ നോക്കി വേണ്ടുന്ന രീതിയിൽ ലൈവ് ഇടുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.